ദ മോസ്റ്റ് അൺസക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് ഈ ഗിന്നസ് ബുക്കും ലിംക ബുക്കുമൊക്കെ അദ്ദേഹം റൈവൽ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ എലിജിബിലിറ്റി കൂടെ നോക്കേണ്ട അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം നരേന്ദ്രമോദിയുമായിട്ട് പോലും അതേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അത് മാത്രമല്ല, അപ്പോൾ മലയാളിക്കും ഇദ്ദേഹമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം അദ്ദേഹം ഏറ്റവും അവസാനമായി മത്സരിച്ചത് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് നടന്നപ്പോഴായിരുന്നു. അതിലും നമ്മൾ പേര് പോലും കേട്ടില്ല. ഏതായാലും അദ്ദേഹം സ്വന്തമായിട്ട് ഇലക്ഷൻ രാജാവ് എന്നുള്ളൊരു പദവിയും കൂടെ അല്ലെങ്കിൽ ഒരു പേരും കൂടെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിന് മുൻപായി അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് വരാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെങ് ഷുയിലെ മറ്റൊരു സംശയ നിവാരണത്തിന് നമുക്കിന്നിവിടെ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ശ്രീ ഡോക്ടർ ഷാജി കെ നായർ സാറാണ്. സാറിനെ നമുക്ക് ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. മെറ്റൽ റിങ്സ്, മെറ്റൽ ബെൽസ്, ഇതുപോലത്തെ പലതരം ബെല്ലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ സെറാമിക്കിൻ്റെ വരുന്നുണ്ട്, മെറ്റലിൻ്റെ വരുന്നുണ്ട്, പല ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സൗണ്ട് വൈബ്രേഷൻസ് അതൊക്കെ എങ്ങനെ നമുക്ക് വീട്ടിനുള്ളിൽ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും എന്നൊന്ന് വിശദീകരിക്കാം. ശരിക്കും പറഞ്ഞാൽ മെറ്റൽ ബെൽസ് എന്ന് ഉദ്ദേശിച്ചത് വിൻഡ് ചെയിംസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് സാധാരണ സുലഭമായിട്ട് കിട്ടുന്നതാണ്. 5 പൈപ്പിൻ്റെ കിട്ടുന്നുണ്ട്, 6, 7, 9, 10 പല രീതിയിലും കിട്ടുന്നുണ്ട്. അതിൻ്റെ തന്നെ സെറാമിക്കും കിട്ടുന്നുണ്ട്. അപ്പം മെറ്റൽ ബെൽസ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് കാരണം ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയി ഞങ്ങളൊരു വീട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ 2-5 എന്ന് പറയുന്ന കോമ്പിനേഷൻസ്. 2-5 എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ നെഗറ്റീവ് എനർജിയാണ് 2-5 എന്ന് പറയുന്നത്. അതിനകത്ത് റെമഡി ഇല്ലാത്തൊരു സാധനമാണ് 2-5. അത് മെറ്റൽ എനർജി കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ 2-5യുടെ എഫക്റ്റിന് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ 2-5 എന്ന് പറയുന്ന ഒരു എനർജി, നെഗറ്റീവ് എനർജി നിൽക്കുന്നിടത്ത് മാത്രമാണ് ഞങ്ങൾ 6 റോഡിൻ്റെ വിൻ ചെയിംസ് കൂടുതലായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ പറ്റും. പിന്നെ വിൻ ചെയിംസ് കോമൺ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് നോർത്ത് വെസ്റ്റ് കോർണർ, അവിടുത്തെ ധാതു എന്ന് പറയുമ്പോൾ മെറ്റലാണ്. അതുകൊണ്ട് മെറ്റൽ എനർജി അവിടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നോർത്ത് വെസ്റ്റ് ഇടാം. അത് വീടിൻ്റെ നോർത്ത് വെസ്റ്റിലിടാം. അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് വയ്ക്കുന്ന ഫൈറോഡിൻ്റെ വിൻസെയിംസ് നമുക്കുണ്ട്, സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് ടോയ്ലറ്റിൻ്റെ നെഗറ്റീവ് എനർജി കുറയ്ക്കുവാനാണ് ഫൈറോഡ് നമുക്കത് ഉപയോഗിക്കുന്നത്. അതായത് കിഴക്കോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫൈറോഡിൻ്റെ വിൻസെയിംസ്, മെറ്റൽ ബെൽ ഫൈറോഡിൻ്റെ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പം തല തട്ടത്തക്ക രീതിയിൽ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഫൈറോഡിൻ്റെ വിൻസെയിംസ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അവിടുത്തെ ആ നെഗറ്റീവ് എനർജി. കാരണം കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തൊക്കെ, കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്കൊക്കെ അസുഖം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുക വീട്ടിലുള്ള സാമ്പത്തിക സ്ഥിതി, അതായത് ക്യാഷ് നമ്മളിപ്പം സാമ്പത്തികം കയ്യിൽ ഇരിക്കത്തില്ല, അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെമഡിയാണ് നമുക്ക് ഫൈറോയിഡിൻ്റെ വിൻചെയിംസ് നമുക്ക് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ. അത് മെറ്റൽസ് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ. പിന്നെ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയി മുഖേന ഇയർലി ചേഞ്ച് ചെയ്ത് വരുന്ന രീതിയുണ്ട്. അതായത് 2-5 എന്ന് പറഞ്ഞാൽ ഈ പല കോമ്പിനേഷൻസിനും എല്ലാം ഇയർലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ, അതായത് ഈ വർഷം അടുത്ത ഫെബ്രുവരി 16 വരെ സൗത്ത് ഡയറക്ഷനിലാണ് 2-5 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ നിൽക്കുന്നത്. ആ സൗത്തിൽ നമുക്ക് ഇതേപോലെ 6 റോഡിൻ്റെ വിൻചെയിംസ് ഈ വർഷം നമുക്കത് ഇടാൻ പറ്റും. ആ സൗത്ത് സൈഡ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ കുറയ്ക്കുവാനുള്ള, നമ്മുടെ ഫിൽറ്റർ ചെയ്യുവാനുള്ള ഒരിതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ കോമൺ ആയിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ സാധാ ബെല്ലിടാറുണ്ട്. സാധാരണ ഈ അമ്പലത്തിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ്. കാരണം അത് കോൾമെൻറ്റിന് പകരം ആൾക്കാർക്ക് അത് ഉപയോഗിക്കാറുണ്ട്. സാധാരണ കിഴക്ക് ദർശനമുള്ള വീടുകളിൽ ഞങ്ങളത് അനുവദിക്കാറില്ല. കാരണം വെച്ചാൽ കിഴക്ക് ദർശനമുള്ള വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു വലിയൊരു മെറ്റൽ ബെല്ല് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ബെല്ല് എന്ന് പറയുന്നത് മെറ്റൽ എനർജി ബൂസ്റ്റ് ചെയ്യും. അവിടെ ശരിക്കും പറഞ്ഞാൽ മരമാണ് അവിടുത്തെ, വുഡാണ് അവിടുത്തെ ധാതു. അപ്പം മെറ്റലും വുഡും നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കും, നെഗറ്റീവായിട്ടുള്ളത്. കാരണം മെറ്റൽ എനർജി വുഡ് എനർജിയെ നശിപ്പിക്കും. അതുകൊണ്ട് അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റും സൗത്ത് ഈസ്റ്റും ഡയറക്ഷനിലുള്ള വീടുകളിൽ ബെല്ല് ഫ്രണ്ടിൽ ഇടാൻ ഞങ്ങൾ അനുവദിക്കാറില്ല. വെസ്റ്റോ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റോ അല്ലെങ്കിൽ നോർത്തോ, സൗത്തും പിന്നെയും അത് ഉപയോഗിക്കുന്നുണ്ട്. സൗത്ത് കൂടുതലായിട്ട് ഞങ്ങൾ ഇപ്പം ഈ ഒരു അടുത്ത ഫെബ്രുവരി വരെ നമ്മളത് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറ്റാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് മെറ്റൽ ബെൽസൊക്കെ
നമ്മൾ ഇടുമ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം മെറ്റൽ ബെൽസ് നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ എത്ര പില്ലർ ഉള്ളത് വേണം, അകത്ത് എങ്ങനെ, അതൊന്ന് കറക്റ്റ് എഴുതാന്ന് പറയാം. നമുക്ക് ഇപ്പം പൈപ്പിന്റെ റോഡിന്റെ ഇതാണോ കണക്കാക്കിയത്? അതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ 6 റോഡാണ് ഉപയോഗിക്കുന്നത്. എൻട്രൻസിൻ്റെ അവിടെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ഡോറിന്റെ അവിടെ നമുക്കിപ്പോൾ കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ പാടില്ല. അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ദർശനമുള്ള വീടിനും പാടില്ല. എല്ലാവരും ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി പില്ലേഴ്സ് ഭംഗി കൂട്ടുവാൻ വേണ്ടി നമ്മൾ വിൻ ജെയിംസ് ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ ദോഷം ഉണ്ടാവും. അപ്പം അത് അങ്ങനെ ഇടണം എന്ന് നിർബന്ധമുള്ളവർക്ക് അവിടെ നിന്ന് കയറി വരുമ്പോൾ ലിവിംഗ് റൂം ഉണ്ടാവും. ആ ലിവിംഗ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ ആ 6 റോഡിന്റെ വിൻ ജെയിംസ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ശബ്ദം ഉണ്ടാവും. കാരണം ഇത് സൈക്കിക് ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്, ഈ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉണർത്തുവാനുള്ളൊരു ഈ ശബ്ദതരംഗങ്ങൾ നമുക്ക് അതിനുള്ളൊരു ഇതാണ്. ഫുള്ളി ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്ററാണ്. നല്ല പല ഈ 6 റോഡിൽ നിന്ന് വരുന്നതും 6 രീതിയിലുള്ള ശബ്ദതരംഗങ്ങൾ. അപ്പം ആ ഒരു ശബ്ദം നമുക്ക് ലൈറ്റായിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞു സൈക്കിക് ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഇതിൽ കൂട്ടുവാനുള്ള കഴിവാണ് അതിനകത്തുള്ളത്. ലൈറ്റായിട്ടുള്ള ആ ശബ്ദതരംഗങ്ങൾ. കാരണം പഴയ ആൾക്കാർക്ക് വീട്ടിൽ രാമനാമം ജപിക്കുകയൊക്കെ ചെയ്യും ഉച്ചത്തിൽ, അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊന്നും അതും ചെയ്യാറില്ല. അതും സെയിം എഫക്റ്റാണ്. ആ ശബ്ദതരംഗങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഓരോ കോർണറുകളിലും ചെന്ന് അവിടുത്തെ ആ എനർജിയെ ഫിൽറ്റർ ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വിൻ ജെയിംസ് ബെറ്റർ വീട്ടിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇടേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ അത് ഇടാൻ പാടുള്ളൂ. കിഴക്ക് ഭാഗത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാവും. നോർത്ത് ഡയറക്ഷനിലുള്ളൊരു വീടാണെങ്കിൽ അതും നോർത്ത് വെസ്റ്റ് അത് ഇടാൻ പാടുള്ളൂ. അങ്ങനെ ഓരോ രീതിയിലാണ് നമുക്കത് വിൻ ജെയിംസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ പല ഇടത്തും നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈനിലും മാർക്കറ്റിങ്ങിലും ഇതൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നമുക്ക് വിൻ ജെയിംസിൻ്റെ ശബ്ദം എനിക്ക് നല്ല ശബ്ദമാണ്, അല്ലെ എനിക്ക് ഇങ്ങനെയാണ് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അശ്രദ്ധയോടുകൂടി അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇടുകയാണെങ്കിൽ ഗുണത്തേക്കാളേറെ അത് നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് വളരെ നമ്മൾ ഈ ഇന്ത്യയിലായിരുന്നാൽ പോലും വളരെ ശ്രദ്ധിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് അത് എത്ര പില്ലേഴ്സ് വേണം അതൊക്കെ നോക്കി എവിടെയാണ് ഇതിന് കോമൺ ആയിട്ട് നമുക്കിപ്പം എനിക്ക് ആ ഒരു വിൻ ജെയിംസ് എൻ്റെ വീട്ടിൽ ഇട്ടേ പറ്റൂ, ഓക്കെ വാങ്ങിക്കാം. അത് നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണറിൽ ഹാങ് ചെയ്യാം. അത് നമുക്ക് ഗുണമുണ്ടാവും. നല്ല സാമ്പത്തികത്തിന് തന്നെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവിടുത്തെ മെറ്റൽ എനർജി നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു ഇതായിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ വീടുകളിലും ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ചെന്ന് കയറുമ്പോൾ അവിടെ വിൻ ജെയിംസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ വീട്ടിലും വിൻ ജെയിംസ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കാണുന്ന ഫാൻസി സ്റ്റോറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെങ്ഷി ഷോപ്പിലോ ഒക്കെ ചെന്നിട്ട് നമ്മൾ വിൻ ജെയിംസ് ഒക്കെ വാങ്ങി നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ദോഷം സംഭവിക്കാം. അതുപോലെ തന്നെ ആയിരിക്കും പെയിൻറ്റിങ്സിൻ്റെ കാര്യങ്ങൾ. പെയിൻറ്റിങ്സ് ഒക്കെ നമ്മൾ ഹാങ് ചെയ്യൽ വാളിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് പരമായിട്ടും കണ്ടംപററി സ്റ്റൈലിലൊക്കെ ഉള്ള. അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒന്നും അത് മനസ്സിലാവണമെന്നില്ല. ബട്ട് അതൊക്കെ ഒരുപാട് അലങ്കാര വസ്തുക്കളാക്കി വെക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് അതിന് പെയിൻറ്റിങ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കളേഴ്സാണ് നോക്കേണ്ടത്. ചിലതിൽ ചില കളർ കൂടി നിൽക്കും. ഇപ്പം റെഡ് ഓവറായിട്ട് നിൽക്കുന്നതുണ്ട്, ബ്ലൂ ഓവറായിട്ട് നിൽക്കുന്നതുണ്ട്, ഗ്രീൻ ഓവറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു നല്ലൊരു പെയിൻറ്റിങ്സ് അത് കാണുമ്പോൾ ചിലപ്പം എന്താ പറയുക ഈ കഥകളിയുടെയൊക്കെ ആയിരിക്കാം, ചിലപ്പം പഴയ കൃഷ്ണനും രാധയൊക്കെ നിൽക്കുന്നതായിരിക്കാം. അപ്പം അതിൽ ഏത് കളറാണോ എഫക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അതാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. ഫെങ്ഷി മുഖേന നമ്മൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. ഇപ്പോൾ റെഡ് ഓവറായിട്ട് നിൽക്കുന്ന ഒരു പിക്ചറാണ്, അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് വീടിൻ്റെ സൗത്ത് സൈഡിലുള്ള ഭിത്തിയിൽ അപ്ലൈ ചെയ്യാം. സൗത്തിലുള്ളതാണെങ്കിൽ റെഡ് കൂടുതലായിട്ട് വേണം, അപ്പം ആ രീതിയിൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡാണ് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഈസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. യെല്ലോ ഷെയ്ഡ് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നോർത്ത് വെസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വെസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നോർത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് നോക്കണം. പിന്നെ ഈ ചിലത് ഈ എന്താ പറയുക ജലവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് ആണെങ്കിൽ അതെപ്പോഴും നമുക്ക് വീടിൻ്റെ നോർത്തിലായിരിക്കും ബെറ്റർ. ലിവിംഗ് റൂമിൽ എല്ലാവരും ഫ്ലോയിങ് വാട്ടർ ഒരുപാട് പേര് വെക്കുന്ന ഒരു സംഭവമാണ്. അത് വെൽത്ത് ഒരുപാട് നമ്മൾ അട്രാക്ട് ചെയ്യും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഫ്ലോയിങ് വാട്ടർ ഏറ്റവും നല്ലതാണ്. അതെപ്പോഴും ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഏത് ഭാഗത്തിന് എങ്ങോട്ട് വെള്ളം ഒഴുക്ക് വേണം എന്ന് നമ്മൾ നിശ്ചയിക്കേണ്ടത് വീടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ്. ഇപ്പം ഈസ്റ്റ് ഡയറക്ഷനിലുള്ള വീടാണെങ്കിൽ നമുക്ക് ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് ഈ ഒരു ഫ്ലോയിങ് വാട്ടർ വെച്ചിട്ട് നമ്മുടെ ഉള്ളിലോട്ട് വെള്ളം വീഴുന്നത് പോലെ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഫിഷ് ടാങ്കും അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടാവും. പക്ഷേ ഓരോ വയ്ക്കേണ്ട സ്പേസ് ഉണ്ട്. ഇപ്പം
ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റിൽ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ കന്നി ഭാഗമായി മാറും ലിവിങ് റൂമിൻ്റെ. ഓക്കെ. അപ്പം എല്ലാവരും ചോദിക്കും എൻ്റെ വീട്ടിലെ കന്നിമൂല ഇന്നടത്താണ്. അതല്ല, ലിവിങ് റൂമിനും അതിന് കന്നിമൂല ഭാഗമുണ്ട്. ചിലർ ഫിഷ് ടാങ്ക് ചെയ്യുന്നുണ്ട്, ഫ്ലോറിൽ തന്നെ ചെയ്യുന്നുണ്ട് ഫിഷ് ടാങ്ക്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? അതിൽ എത്രത്തോളം ഫിഷ് ടാങ്ക് വീട്ടിൽ ഫ്ലോറിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ജലസാന്നിധ്യം, കാരണം നമ്മൾ ഫ്ലോർ എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയുണ്ട്. സൗത്ത് വെസ്റ്റ് ഭാഗം ഹൈറ്റ് ആയിരിക്കണം, അതേപോലെ വളരെ സ്ലോപ്പിലായിരിക്കും വെള്ളം വരേണ്ടത് എന്നൊക്കെയുണ്ട്. നമുക്ക് എന്തായാലും സമയം കഴിഞ്ഞു പോയതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് വിളിക്കുക. എന്നെ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും. ഒന്ന് വിളിച്ചിട്ട് വരിക. നമസ്കാരം.